ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തലേന്ന് വെച്ച നല്ല അടിപൊളി ചോറുണ്ട്. അത് വെള്ളത്തിലൊന്നും വെച്ച് ചൂടാക്കി വാർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലത്തെ ഒരു പറക്കരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വെള്ളം ഒഴിച്ച് ഇതേപോലെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നല്ല അടിപൊളി നല്ല ഇപ്പം വെച്ച പോലെ നല്ല മൊരിഞ്ഞ ചോറായി കിട്ടും. നല്ല അടിപൊളി ചോറായി കിട്ടും. നല്ല അപ്പോൾ അതവിടെ വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറിൻ്റെ മീനായത് ദണ്ട, CD മുള്ള ഒക്കെ ഉണ്ട്. അപ്പോൾ ദണ്ട കറി വെക്കുന്നില്ല, അത് പൊരിക്കാമെന്ന് കരുതി. അപ്പോൾ CD മുള്ളനുണ്ട്, ദണ്ടിയുണ്ട്. അപ്പോൾ അയില കറി വെക്കാമെന്ന് കരുതി. CD മുള്ളനും ദണ്ടിയും പൊരിക്കാമെന്ന് കരുതി. ദണ്ട എന്തായാലും കുട്ടികളൊന്നും കൂട്ടില്ല. അപ്പോൾ CD മുള്ളൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മുറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതാ മീനൊക്കെ മുറിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു CD മുള്ള ഇതേപോലെ തന്നെ നല്ല അടിപൊളി മുറിച്ചിട്ടുണ്ട്. നല്ല ഇതൊക്കെ പൊരിക്കാൻ പാകത്തിൽ ഇങ്ങനെ മുറിച്ച് വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദണ്ടയും മുറിച്ചിട്ടുണ്ട് പൊരിക്കാൻ. നല്ല ടേസ്റ്റാട്ടോ. പൊരിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിയായ ഒരു മീനാണ് ഈ ദണ്ട. CD മുള്ള ഒക്കെ നല്ലതാണ്. അപ്പോൾ ചോറവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുളകും ഉപ്പും മഞ്ഞളൊക്കെ പെരക്കി മസാലയൊക്കെ പെരക്കി പൊരിക്കാൻ. അപ്പോൾ ഈ തല കളയണ്ടെന്ന ഒരു തലയും മുളകിട്ട കറിയിൽ ഉൾപ്പെടുത്താമല്ലോ, വെറുതെ ചാടുണ്ടാകുന്ന വെച്ചാൽ അതങ്ങനെ അതും എടുത്തു. അപ്പോൾ നമ്മുടെ അയിലൊക്കെ മുറിച്ചൊക്കെ ക്ലീനാക്കി. അപ്പോൾ തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ച് കറിയാക്കാൻ വേണ്ടി പോയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കൈയിട്ട് നല്ലോണം നോക്കണം. അതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം, ഒരു ജീവിയുണ്ട്, ഒരു കൂറിനെ പോലത്തെയാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി കറിയിലേക്ക് പോക്കാണ്. നമ്മുടെ ചോറ് അടിപൊളി ഇപ്പം വെച്ചതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതേ പരുവത്തിൽ കിട്ടും. ഇതേപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മീനൊക്കെ പൊരിക്കാനിട്ടിട്ടുണ്ട്. CD മുള്ളനും ദണ്ടയും ഒക്കെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ മുളകിട്ട് കറി വെക്കാൻ ഇപ്പോൾ ആരോടും പറയണമെന്നില്ലല്ലോ. അപ്പോൾ അത് കടുകൂട്ടിക്ക തക്കാളിയുടെ ഉള്ളിയുടെ പച്ചമുളക് തക്കാളിയുടെ ഇതന്നെ മല്ലിപ്പൊടിയുടെ മുളക് പൊടി ഇടുക, ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഞാനും അതുപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വാടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ പൊരിഞ്ഞ് വന്നു. മീനൊക്കെ പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി അവിടെ നിന്ന് വാടട്ടെ. ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദണ്ടിയും അവിടെ അപ്പം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ CD മുള്ളനും പൊരിഞ്ഞു. നമ്മുടെ മീനൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഇവിടെ വാടി വന്നു. ആ സമയം കൊണ്ട് ഈ മുളകിട്ട് പൊരിക്കാൻ മുളകിട്ട് ആ പാത്രത്തിൽ തന്നെ മുറിച്ച അതിലോട്ട് അതിൽ മഞ്ഞളും ഉപ്പും മുളകും പുളിയും ഒക്കെ ഇട്ട് മസാല പിടിക്കാൻ വേണ്ടി ഉപ്പ് പിടിക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വാടി വന്ന് അപ്പോൾ അതിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതിൽ വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാതിരിക്കരുത്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോയുമായി ഇനി വരാം. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരാം.